വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞ ഹിലറി ക്ലൈൻറ്റൺ എഴുതിയ ഒരു ബുക്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ടൈമിൽ ഒരു റഷ്യൻ പട്ടാളക്കാരൻ ചെറിയ ലീവിൽ ലെനിൻഗ്രഡിലുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ വെച്ച് കണ്ട ഒരു കാഴ്ച ഉണ്ടായിരുന്നു. യുദ്ധം കാരണം കുറെ ആൾക്കാർ അതിദാരിദ്ര്യമായിട്ട് മരിച്ചിട്ട് അവരുടെ ഒക്കെ ബോഡി ഇങ്ങനെ ഒരു ട്രക്കിലേക്ക് കയറ്റുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഇതൊന്ന് വെറുതെ നോക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യമാക്കിയിട്ട് പോകുമ്പോൾ അത്രയും ഡെഡ് ബോഡിക്കിടയിൽ ഒരു ഡെഡ് ബോഡീന്റെ ഷൂസ് ഇയാളുടെ ശ്രദ്ധയപ്പെട്ടു. അത് തന്റെ ഭാര്യേന്റെ ഷൂസാന്ന് അറിയുന്ന പട്ടാളക്കാരൻ തകർന്നു പോന്നു. അങ്ങനെ ആ പട്ടാളക്കാരൻ നേരെ ചെന്നിട്ട് വർക്കേഴ്സിന്റെ അടുക്ക പോയിട്ട് ഇത് എന്റെ ഭാര്യയാണെന്ന് ഞാൻ സംസ്കരിച്ചോളും എന്ന് പറഞ്ഞിട്ട് ബോഡി വിട്ടു തരാനായിട്ട് പറയുന്നു. അങ്ങനെ ആ വർക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്റെ ഭാര്യയുടെ മൃതശരീരം അയാൾ ഏറ്റുവാങ്ങുന്നു. ഇനി ആ യുവതി തന്റെ ഭർത്താവിന്റെ സ്പർശനം അറിഞ്ഞതുകൊണ്ടാവും, അല്ലെങ്കിൽ പട്ടാളക്കാരന്റെ വിഷമം ദൈവത്തിനെ പോലും ഉണർത്തുന്നത് കൊണ്ടായിരിക്കും ഭാര്യന്റെ ബോഡിയിൽ ചെറിയൊരു ജീവന്റെ തുടിപ്പ് ആ പട്ടാളക്കാരന് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ ആ പട്ടാളക്കാരൻ തൻ്റെ ഭാര്യേനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടിയിട്ട് കെയറും ലവും എല്ലാം കൊടുത്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. അങ്ങനെ മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന തൻ്റെ ഭാര്യ പ്രസവിച്ച ആ ആൺകുട്ടിയെ അദ്ദേഹം ലോകത്തിന് അധിപൻ എന്ന് വിശേഷിപ്പിച്ചു. ആ കുട്ടിയാണ് പിന്നീട് റഷ്യയുടെ അധിപനായി മാറിയ വ്ളാഡിമിർ വ്ളാഡിമിറോവിച്ച് പുടിൻ.